വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഡെൻമാർക്ക്, ജർമ്മനി, നെതർലാൻഡ്സ് എന്നിവയുൾപ്പെടെയുള്ള 3 യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശനത്തിലാണ്. 6 ദിവസത്തെ പര്യടനത്തിൽ മെയ് 19 അദ്ദേഹം നെതർലാൻഡ്സിൽ എത്തിയിരുന്നു. മെയ് 24 വരെയാണ് വിദേശ പര്യടനം നടക്കുക. പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധം ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ഇന്ത്യ വിദേശ പര്യടനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൈനയ്ക്ക് ശേഷം പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായ നെതർലാൻഡ്സ് ഇന്ത്യയുടെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ്. എന്നാൽ തുർക്കിക്ക് സമാനമായ പാക് അനുകൂല നിലപാടാണ് നെതർലാൻഡ്സും സ്വീകരിക്കുന്നത് എങ്കിൽ തുർക്കി നേരിടുന്ന സാഹചര്യം ആ രാജ്യത്തിനും വിദൂരമല്ല. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് എസ് ജയശങ്കറിന്റെ നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി രാജ്യങ്ങളിലെ പര്യടനം. ഫെഡറിക് മെർസ് ജർമ്മനിയുടെ പുതിയ ഫെഡറൽ ചാൻസലറായി ചുമതലയേറ്റ ശേഷമുള്ള ഇന്ത്യൻ പ്രതിനിധിയുടെ ആദ്യ സന്ദർശനമാണ് ഇത്. നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്നും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ഉറപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എസ് ജയശങ്കറിന്റെ ആദ്യ വിദേശ പര്യടനമാണ് ഇത്. നെതർലൻഡ്സിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പര്യടനം ആരംഭിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് ആയുധങ്ങൾ, ആയുധ സംവിധാനങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ, സൈനിക സാങ്കേതിക വിദ്യകൾ എന്നിവ നൽകരുത് എന്ന് ഇന്ത്യ നെതർലാൻഡ്സിനോട് അറിയിച്ചിട്ടുണ്ട് കാര്യമാണ്. നെതർലാൻഡ്സ് 2 അൽക്മാർ ക്ലാസ് മൈൻ കൗണ്ടർ മെഷേഴ്സ് വെസലുകൾ അഥവാ മൈൻ ഹണ്ടറുകൾ പാകിസ്ഥാന് വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാമൈൻ കപ്പൽശാലകളിൽ നിന്ന് 1900 ടൺ മൾട്ടി റോൾഡ് ഓഫ് ഷോർ പട്രോളിംഗ് വെസലുകളും രാജ്യം പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. നിരവധി ഡച്ച് കമ്പനികൾ സൈനിക രംഗത്ത്, പ്രത്യേകിച്ച് നാവിക മേഖലയിൽ പാകിസ്ഥാനുമായി ഇടപഴകുന്നുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തെ നെതർലാൻഡ്സ് അപലപിച്ചു എന്നത് ശരിയാണ്. പക്ഷേ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ നെതർലാൻഡ്സും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ എന്തു വഴിയാണ് ഉള്ളത് എന്നതാണ് ഉയരുന്ന ചോദ്യം. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകാതിരിക്കാൻ ഇന്ത്യക്ക് നെതർലാൻഡ്സിനെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇന്ത്യക്ക് നെതർലാൻഡ്സുമായി മാത്രം $22 ബില്യൺ വ്യാപാര പങ്കാളിത്തമുണ്ട്. അതേസമയം പാകിസ്ഥാന് മുഴുവൻ യൂറോപ്പുമായും $15 ബില്യൺ വ്യാപാരം മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. അതിനു പുറമെ നെതർലാൻഡ്സ് ഇന്ത്യയുടെ പ്രതിരോധ വിപണിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇന്ത്യയും ആ അവസരം നൽകാൻ തയ്യാറാണ്. അതിനാൽ സാമ്പത്തിക ശക്തികളിലൂടെ നെതർലാൻഡ്സും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ദുർബലപ്പെടുത്താനുള്ള സാധ്യത ഇന്ത്യക്ക് മുന്നിലുണ്ട്. പാകിസ്ഥാനു വേണ്ടി ഇത്രയും വലിയൊരു വ്യാപാര പങ്കാളിയുമായി കുഴപ്പമുണ്ടാക്കണോ വേണ്ടയോ എന്നത് തീർച്ചയായും നെതർലാൻഡ്സ് പരിഗണിക്കും. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് 75 വർഷത്തിലേറെ പഴക്കമുണ്ട്. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് തുടർന്നാൽ തുർക്കിയുടെ നിലയ്ക്ക് സമാനമായ ഒരവസ്ഥയിലേക്ക് അവർ എത്തിയേക്കാമെന്ന അപകട സാധ്യതയും നെതർലാൻഡ്സ് നേരിടേണ്ടി വരും. ചൈനയോ തുർക്കിയോ പോലെ നെതർലാൻഡ്സിന് പാകിസ്ഥാനോട് ഒരു രാഷ്ട്രീയ മുൻഗണനയുമില്ല. പാകിസ്ഥാൻ കാരണം ഇന്ത്യയുമായുള്ള ബന്ധം നെതർലാൻഡ്സും വഷളാക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ ഭാവിയിലും നെതർലാൻഡ്സ് ഇന്ത്യക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നാണ് നെതർലാൻഡ്സ് പ്രസിഡന്റ് ഡിക് ഷൂഫ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എക്സിൽ കുറിച്ചിരുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവയെ പോലെ നെതർലാൻഡ്സും വർഷങ്ങളായി പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി വരുന്നുണ്ട്. അവയിൽ ഭൂരിഭാഗവും നാവികസേനയ്ക്ക് വേണ്ടിയാണ്. 90കളിൽ ഈ രാജ്യങ്ങൾ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് 4 മൈൻ ഹണ്ടേഴ്സ് നൽകി. കടലിലെ നാവിക മൈനുകൾ കണ്ടെത്തി നശിപ്പിക്കാൻ മൈൻ ഹണ്ടേഴ്സ് പ്രവർത്തിക്കുന്നു. 2021 പാകിസ്ഥാൻ 2 സെക്കൻഡ് ഹാൻഡ് നാവിക മൈൻ ഹണ്ടേഴ്സിനെ കൂടി വാങ്ങിയിരുന്നു. കൂടാതെ നെതർലാൻഡ്സ് ഇപ്പോൾ കൂടുതൽ യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നുണ്ട്. പാകിസ്ഥാന് 3 രാജ്യങ്ങളിൽ നിന്നാണ് ആയുധങ്ങൾ ലഭിക്കുന്നത്. ഇതിൽ ചൈനയാണ് ഏറ്റവും വലിയ വിതരണക്കാരൻ. നെതർലാൻഡ്സ് 2ാമതും തുർക്കി 3ാമതുമാണ്. പാകിസ്ഥാന്റെ ആയുധശേഖരത്തിന്റെ 81% ചൈനയിൽ നിന്നും, 5.5% ആയുധങ്ങൾ നെതർലാൻഡ്സിൽ നിന്നും, 3.8% ആയുധങ്ങൾ തുർക്കിയിൽ നിന്നുമാണ് വരുന്നത്. 2020 മുതൽ 2024 വരെയുള്ള 5 വർഷത്തെ കണക്കുകളാണ് ഇത്. 2024 കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ആ സമയത്ത് തുർക്കി നെതർലാൻഡ്സിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു എന്ന് കാണാം.